കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരിക, നമുക്ക് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് 4 കുഷ്ഠരോഗികൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ ക്ഷാമം പൊക്കുവാനുള്ള 4 പേരുടെ സമർപ്പണമാണ്. 4 പേരുടെ സമർപ്പണം. അതെ, ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ നല്ല തീരുമാനമുള്ള ഏതാനും പേരിലൂടെ കഴിയും. ഒരുപക്ഷെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ കാണാം. പക്ഷേ ആ എല്ലാവരും ചേർന്നെടുക്കുന്ന ഒരു സമർപ്പണത്തെക്കാൾ വലുതായി ഏതാനും ചിലരെടുക്കുന്ന ചില വിലപ്പെട്ട തീരുമാനം കൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത്. ഇതൊരു സത്യമാണ്. കാലാകാലങ്ങളിൽ ഓരോ രാജ്യങ്ങളെയും, ഓരോ ദേശങ്ങളെയും, ഓരോ സംസ്ഥാനങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിട്ട്, വാസ്തവമായി അനുഗ്രഹിച്ചിട്ടുള്ളത് തനിക്ക് വേണ്ടി ജീവിതം പ്രചരിച്ച ആഴമേറിയ സമർപ്പണമുള്ള ദൈവമക്കൾ ഇറങ്ങി നിന്നുകൊണ്ടാണ്. അതേ പ്രിയരെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്താണ് ഒരു ദൈവത്തിൻ്റെ വില? ഒരു ദൈവദാസന്റെ വില, ഒരു ദൈവത്തിൻ്റെ പ്രവാചകന്റെ വില, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തന്റെ വില. ഒരഭിഷിക്തൻ ഒരു ദേശത്ത് കാൽ ചവിട്ടി പ്രാർത്ഥിച്ചാൽ ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ മാറിപ്പോകും. മരണത്തിന്റെ ബാധകൾ മാറിപ്പോകും. ഗർഭനാശത്തിന്റെ ബാധകൾ മാറിപ്പോകും. ചില രോഗത്തിന്റെ ബാധകൾ പോലും മാറിപ്പോകും. ചില കെണികൾ, പൈശാചികൻ ഒരുക്കുന്ന ചില കെണികൾ, ചില ഡിവോഴ്സിന്റെ ബാധകൾ പോലും മാറിപ്പോകും. അത്രമാത്രം ദൈവസേനയിൽ വിലപ്പെട്ടവരാണ് കർത്താവിൻ്റെ പ്രിയമക്കൾ. കാരണം അവരുടെ ദൂതൻ കർത്താവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവസേനയിൽ, ഈ ദൈവദാസന് വേണ്ടി ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങൾ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യനായ ദൈവത്തോട്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ 4 കുഷ്ഠരോഗികൾ അവർ നിന്നത് മൂലം ശമരിയാദേശം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചലഞ്ചായി ചോദിക്കട്ടെ. ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി, ഒരു ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി, ഒരു സംസ്ഥാനത്തിൻ്റെ അനുഗ്രഹത്തിനായി, ഒരു രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിനായി മകനെ നിനക്ക് നിൽക്കാമോ? ഇതൊരു ചലഞ്ചാണ്. കർത്താവിന് സ്തോത്രം. എന്താകുമെന്ന് ഓർത്തിട്ടല്ല, ആഴിയെന്ന് ഓർത്തിട്ടല്ല, ആഴം ആരാഞ്ഞിട്ടല്ല, അലകളെ ഭയപ്പെട്ടിട്ടല്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ, നിൻ വിളി കേട്ടത് ഞാൻ വരുന്നു. കർത്താവിൻ്റെ വിളി കേട്ടിട്ട് ഇറങ്ങണം പ്രിയരെ. നാം നിസ്സാരരായിരിക്കാം, നാം ചെറിയവരായിരിക്കാം. യാക്കോബ് ചെറിയവനല്ലോ, അതെ ചെറിയവനാണ്. മോശ പറഞ്ഞു ഞാൻ വിക്കനല്ലോ, അതെ വിക്കനാണ്. കർത്താവിന് സ്തോത്രം. അബ്രഹാം പറഞ്ഞു ഞാൻ മക്കളില്ലാത്തവനല്ലേ, അതെ മക്കളില്ലാത്തവനാണ്. കർത്താവിന് സ്തോത്രം. പത്രോസ് പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ആ നിസ്സാരതയിൽ നിന്നുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും പ്രിയരെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമുണ്ട്. ദൈവത്തിന് സാഹചര്യങ്ങൾ വിഷയമല്ല, ദൈവത്തിന് വ്യക്തികൾ വിഷയമല്ല, അവരുടെ പാരമ്പര്യം വിഷയമല്ല. ആര് തങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ഇറങ്ങി പുറപ്പെടുന്നുവോ, കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, അവരിൽ നിന്നുകൊണ്ടാണ് കർത്താവ് വീര്യം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സെരുബ്ബാബേലിനോട് ഒരിക്കൽ ജീവനുള്ള ദൈവം പറഞ്ഞു, സെരുബ്ബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ. സെരുബ്ബാബേൽ അല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തോട് ചോദിച്ചത്, ദൈവം ചോദിച്ചു. സെരുബ്ബാബേൽ, എൻ്റെ പ്രിയമകനായ സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ നാർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. ദൈവം അത് അടിച്ച് നിരപ്പാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഓർത്ത് നിങ്ങൾ വലഞ്ഞു കഴിയുകയാണോ? ചില രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, ചില ഭയാനകമായ രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ചില കടബാധ്യതകൾ, എല്ലാം ഓർത്ത് തളർന്നും ക്ഷീണിച്ചും ഭയന്നും കഴിയുന്നവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല എൻ്റെ കർത്താവ്. പ്രശ്നങ്ങളെ കണ്ട് പിന്മാറി ഓടുന്നവനല്ല എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവ് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷ ചെയ്ത കാലങ്ങളിൽ ഒരിക്കൽ പോലും കർത്താവ് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ല. അതെന്താ?
ആ കാലങ്ങളിൽ മരണം നടക്കാഞ്ഞിട്ടല്ല, ശവസംസ്കാരം നടക്കാഞ്ഞിട്ടല്ല, മരിച്ച വ്യക്തികളുടെ അടുക്കൽ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകേണ്ടി വന്നില്ല. യേശു അവിടെ ചെന്നിട്ട് യേശു അവരെ ജീവിപ്പിച്ചു, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിന് സ്തോത്രം. നയിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇവിടെ പറയുകയാണ്, അങ്ങനെ അവർ പട്ടണവാതിക്കൽ ചെന്നു കാവൽക്കാരെ വിളിച്ചു. ഞങ്ങൾ അരാമ്പാളയത്തിൽ പോയിരുന്നു, അവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു മനുഷ്യനെ ശബ്ദം കേൾപ്പാനുമില്ല. കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പോലെ നിൽക്കുന്നു, കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവരുള്ളതുള്ളത് പോലെ പറഞ്ഞു. ശരിക്കും ദേശത്തിലെ കാവൽക്കാരാണ് ഇതെല്ലാം സെൻസ് ചെയ്യേണ്ടത്. ഇന്ന് കാവൽക്കാരെന്ന് പ്രൊഫഷണലി ആൻഡ് ഒഫീഷ്യലി ഉള്ളവര് മയങ്ങിക്കിടക്കുകയാണ് അല്ലേ? കാവൽ കാക്കണമെന്ന് ഉള്ളതായ ഒഫീഷ്യൽ നിയമനം കിട്ടിയ പലരും അവർ ഉറങ്ങിക്കിടക്കുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ്, ഒരുപക്ഷെ കണ്ണടച്ച് ഇരുട്ടാക്കി കൊണ്ട് നടക്കുകയാണ്. എന്നാൽ അവിടെ ഇവിടെയും പാവപ്പെട്ട ദൈവമക്കൾ, ദൈവസേനയിൽ ജാഗരിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ ദേശത്തിൻ്റെ ചലനമറിയാം, ആത്മാവിൻ്റെ ചലനമറിയാം, ശത്രുവിൻ്റെ ചലനമറിയാം, വ്യാപാരങ്ങൾ അവർക്കറിയാം. അവർ പറയുകയാണ്, കാവൽക്കാരോട് പറഞ്ഞു, ഉള്ളത് പറഞ്ഞു. അവർ ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുത്തു, അത്രയുമായി. അവർ ഉപദ്രവിച്ചില്ല. ഇന്നത്തെ ചില കാവൽക്കാര് നീ ആരാണ്, നീ കുഷ്ഠരോഗിയല്ലേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിന്നെ ഇപ്പം കളയുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ വാളെടുത്ത് വെട്ടും. എന്നാൽ അന്നത്തെ ആ കാവൽക്കാർക്ക് ഒരു മാന്യതയുണ്ടായിരുന്നു, നല്ല മനസ്സുണ്ടായിരുന്നു. അവര് ഈ കുഷ്ഠരോഗികളാണെങ്കിലും പറഞ്ഞതായ നിർദ്ദേശം രാജധാനിയിൽ എത്തിച്ചു. കാരണം അവരും ക്ഷാമം കൊണ്ട് കൊടുമ്പിരിക്കൊണ്ട് കഴിയുകയല്ലേ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവൾ കച്ചിത്തുരുമ്പിലും കയറി പിടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ചില മനുഷ്യരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നത് നല്ലതാണ്, ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുന്നത് നല്ലതാണ്, ചില രോഗങ്ങൾ വരുന്നത് നല്ലതാണ്. അന്നേരെ അവർ കർത്താവിനെ മുറുകെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ജീവിതത്തിൽ വന്ന ചില പ്രതിസന്ധികൾ നീ നന്മയ്ക്കാക്കി തീർക്കണം. എന്താണ് നന്മ? ദൈവത്തെ മുറുകെ പിടിപ്പാനുള്ള ഒരു മാധ്യമമായി അതിനെ തീർക്കണം. അപ്പോഴാണ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നത് ദൈവം. സ്തോത്രം. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. പക്ഷേ രാജാവ് അല്പം തെറ്റിദ്ധരിച്ചു. എന്താണ് തെറ്റിദ്ധരിച്ചത്? ഇത് അരാം സൈന്യത്തിൻ്റെ ഒരു തന്ത്രമായിരിക്കും, അവരെവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയായിരിക്കും, അവർ പോയി എന്ന് വിചാരിച്ച് അവരുടെ കൂടാരങ്ങളിൽ ചെല്ലുമ്പോൾ അവർ മടങ്ങി വന്ന് നമ്മെ ആക്രമിക്കും, അല്ലെങ്കിൽ അവർ നമ്മെ ഹിംസിക്കും, നമ്മൾ പട്ടണം വിട്ട് പുറത്തു പോയി കഴിയുമ്പോൾ അവർ കയറി നമ്മുടെ പട്ടണം പിടിക്കും എന്നൊക്കെ രാജാവ് സംശയിച്ചു. പക്ഷേ രാജാവ് ചില രഥങ്ങളെ ചില ആളുകളുമായി അയച്ചു. അപ്പോഴാണ് മനസ്സിലായത്, അരാമ്യ പടക്കൂട്ടം ഭയപ്പെട്ട് ഓടിപ്പോയപ്പോൾ വഴി നിറയെ പല സാധനങ്ങൾ അവർ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടിപ്പോയതിൻ്റെ ആ ഒരു ദൃശ്യം അവർ കാണുകയും രാജാവിനെ അറിയിക്കുകയും, അങ്ങനെ രാജാവ് പിന്നീട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ 16-ാമത്തെ വാക്യം, അങ്ങനെ ജനം പുറപ്പെട്ടു, അരാംപാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം അന്ന് ശേക്കേലിന് 1 സെയ കോതമ്പുമാവും ശേക്കേലിന് 2 സെയ യവവും വിറ്റു. സ്തോത്രം. ജീവനുള്ള ദൈവം തന്റെ പ്രവാചകനായ ഏലീശയുടെ നാവിലൂടെ പറഞ്ഞത് അപ്പാട് ദൈവം നിവർത്തിച്ചു. അതേ, പറഞ്ഞാൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അരുളി ചെയ്താൽ അങ്ങനെ തന്നെ നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തൊരു ദൈവമുണ്ട്. മകനെ, നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു പ്രവചന ദൂത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് ജീവനുള്ള ദൈവം അങ്ങനെ തന്നെ നിർവഹിക്കും. സ്തോത്രം. രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. രാജാവിൻ്റെ അടുക്കൽ അകമ്പടി നായകൻ വന്നു നിന്നപ്പോൾ അവൻ പറഞ്ഞു, ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ ഇതൊന്നും സംഭവിക്കുകയില്ലെന്ന്. അന്ന് ഏലീശ പറഞ്ഞിരുന്നു, നീ അത് കാണും, പക്ഷെ നീ അനുഭവിക്കുകയില്ല. അവനത് കണ്ടു, പക്ഷേ അതിനു മുമ്പ് അവൻ മരിച്ചുപോയി. പ്രവചനം വിശ്വസിക്കാത്തവന്റെ അന്ത്യം. ദൈവത്തിന്റെ മക്കളുടെ നാവിലൂടെ വരുന്ന ദൈവിക ദൂതുകൾ കൈക്കൊള്ളാതെ അതിനെ ധിക്കരിക്കുന്നവരുടെയും അത് അവിശ്വസിക്കുന്നവരുടെയും ജീവിത അന്ത്യമാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം, ദൈവം തരുന്ന പ്രവചനത്തിൽ വിശ്വസിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കണം. എൻ്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയെന്ന് നാം ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ആ പ്രവാചകന്റെ നാവിലൂടെ ദൈവം പറഞ്ഞത് അത് ദൈവം അപ്പാടെ നിർവഹിച്ചു. അതിന് ദൈവം ഉപയോഗിച്ച ചില നിസ്സാരന്മാരെയാണ് ഇവിടെയെല്ലാം ചിത്രീകരിച്ച് കാണുന്നത്. എന്താണെന്നറിയാമോ? ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ദൈവം ചെയ്യും. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ആരെയും ഉപയോഗിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല പാഠങ്ങളല്ലേ ഈ ചിന്തകളിൽ നിന്നും ചിന്താധാരയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമുക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മകനെ, നിനക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തിച്ച് തരുമെന്നുള്ള പ്രതീക്ഷ, അതിന് ദൈവം ഏത് സാഹചര്യവും ഒരുക്കുമെന്നുള്ള പ്രതീക്ഷ. ഇന്ന് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും കർത്താവിന് സ്തോത്രം, സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലെങ്കിലും ദൈവം തൻ്റെ വാക്ക് നിവർത്തിക്കാൻ വ്യക്തപ്പാടോട് നിൽക്കുന്നു എന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കട്ടെ. നിങ്ങൾ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്, വാടിപ്പോകരുത്. ഓരോ ദിവസവും നാം പുതിയ പ്രതീക്ഷയോടെ കാലെടുത്ത് വെക്കുക. ഓരോ ദിവസത്തിലേക്കും കർത്താവ് തരും, കർത്താവ് വഴി നടത്തും, കർത്താവിൻ്റെ വാക്ക് നിവർത്തിക്കും. ഈ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈ നല്ല ദൈവത്തിന് പിന്നാലെ നമുക്ക് പോകാം. ഈ നല്ല ദൈവത്തിന് സാക്ഷികളായി നമുക്ക് തീരാം. ഈ നല്ല ദൈവത്തെ ഉയർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന, ക്ഷാമത്തിൽ കിടക്കുന്ന അനേകർക്ക് ക്ഷേമമുണ്ടെന്നറിയിക്കുന്ന, ശിക്ഷയിൽ കിടക്കുന്ന അനേകർക്ക് രക്ഷയുണ്ടെന്നറിയിക്കുന്ന, നരകത്തിലേക്ക് പോകുന്ന അനേകരോട് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾക്കും വേണ്ടി ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നുള്ളതായ ആ വലിയ സന്ദേശം അറിയിക്കുവാൻ ഈ തലമുറയിൽ നമുക്ക് നിൽക്കാൻ പ്രിയരെ. അതാണ് ഭാഗ്യം, അതാണ് ശ്രേഷ്ഠം, അതാണ് ഉത്തമം, അതാണ് ഉന്നതം, അതാണ് ഏറ്റവും വിലപ്പെട്ടത്. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങൾ ആരെങ്കിലും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി യേശുവിൻ്റെ സാക്ഷികളാകാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ കണ്ടെത്തിയത്. അന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ നാമമഹത്വത്തിനായി എൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇന്ന് വരെയും യേശുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ, യേശുവിൻ്റെ വേലക്കാരനായി നിൽപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇന്നാരെങ്കിലും നിങ്ങൾ അങ്ങനെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമുക്ക് തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, ക്ഷാമം മാറ്റി ക്ഷേമം തരുന്ന ജീവന ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി സദ്വർത്തമാനം സുവിശേഷിക്കുവാൻ ജീവിതം സമർപ്പിക്കുന്ന പ്രിയ മക്കളെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് മുദ്രയിടുന്നു. കർത്താവെ, ഇവരിലൂടെ അനേകർ കർത്താവിനെ കണ്ടെത്താനും ക്ഷാമം മാറി ക്ഷേമം അനുഭവിക്കുന്ന ദൈവീക പ്രവർത്തനത്തിൻ്റെ അനുഭവവാക്താക്കളാക്കി തീരുവാനും കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഏതാനും ദിവസങ്ങളായി ചിന്തിച്ചതായ ആ ഒരു വിഷയം, അസാധ്യങ്ങളെ സാധ്യമാക്കുക എന്ന വിഷയം ഇവിടെ തീരുന്നില്ല. പക്ഷേ അരാമ്യ പാളയത്തിൽ ദൈവം ശമര്യർക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ അത്ഭുതം, അതിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. അടുത്ത ദിവസം മുതൽ നമുക്ക് വേറൊരു വിഷയത്തിലേക്ക്, ദൈവദിനത്തിലേക്ക് നമുക്ക് തിരിയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്മൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.